തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ തോമസ് ബെക്കറ്റ് മെത്രാൻ. ജീവിതകാലം AD 1117 മുതൽ 1170 വരെ. 1170 ഡിസംബർ 29 സ്വന്തം കത്തീഡ്രലിൽ വെച്ച് വധിക്കപ്പെട്ട കാന്റർബറി ആർച്ച് ബിഷപ്പാണ് വിശുദ്ധ തോമസ് ബെക്കറ്റ്. അദ്ദേഹം 1117 ഡിസംബർ 21 ലണ്ടനിൽ ജനിച്ചു. പിതാവ് ഗിൽബർട്ട് ബെക്കറ്റ് യൗവനത്തിൽ ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോയപ്പോൾ ഒരു മുഹമ്മദീയ കുടുംബത്തിൽ അടിമയായി 1.5 കൊല്ലം താമസിച്ചു. അവിടെ വെച്ച് ആ മുഹമ്മദീയന്റെ മകൾ മാനസാന്തരപ്പെട്ട് ഗിൽബർട്ടിന്റെ കൂടെ ലണ്ടനിലേക്ക് വന്ന് ജ്ഞാനസ്നാനപ്പെട്ട് ഗിൽബർട്ടിനെ തന്നെ വിവാഹം കഴിച്ചു. 1138 പിതാവ് മരിച്ചെങ്കിലും ഭക്തയായ അമ്മ മോഡ് അഥവാ മെറ്റിൽഡസ് തോമസിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഓക്സ്ഫോർഡിലും പാരീസിലും തോമസ് കുറെ നാൾ പഠിച്ചു. ലണ്ടനിലേക്ക് തിരിച്ചുവന്ന് ഹെൻറി ദ്വിതീയൻ രാജാവിന്റെ ചാൻസലറായി. ഒരിക്കൽ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ വെള്ളത്തിൽ മുങ്ങിയിട്ടും രക്ഷപ്പെട്ടു. അന്നു മുതൽ അദ്ദേഹം പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. 37 വയസ്സിൽ ബൊളോഞ്ഞയിൽ പോയി കാനൺ നിയമം പഠിച്ചു. 1161 കാന്റർബറി ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ഹെൻറി തന്റെ സ്നേഹിതൻ തോമസ് ബെക്കറ്റിനെ ആർച്ച് ബിഷപ്പായി നിയോഗിച്ചു. അന്നുതന്നെ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഉദ്ദേശങ്ങൾ അറിയാം. അങ്ങയുടെ അവകാശവാദങ്ങൾ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ എതിർക്കും. അങ്ങനെ വൈമനസ്യത്തോടെയാണ് ആർച്ച് ബിഷപ്പ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത്. താമസിയാതെ രാജാവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. വൈദികരുടെ കേസുകൾ വൈദിക കോടതിയിൽ വിസ്തരിക്കാനുള്ള അവകാശവും റോമയിലേക്ക് അപ്പീൽ ചെയ്യാനുള്ള അവകാശവും രാജാവ് എതിർത്തു. പല പിഴ ശിക്ഷകളുമിട്ട് കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ കയ്യിൽ നിന്നും പണം രാജാവ് പിഴിഞ്ഞെടുത്തു. പരിതപ്തനായ ആർച്ച് ബിഷപ്പ് സ്വമേധയാ വിപ്രവാസിയായി ഫ്രാൻസിൽ പോയി താമസിച്ചു. ഫ്രാൻസിലെ രാജാവ് ലൂയി 7 ആർച്ച് ബിഷപ്പിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ആ തക്കം നോക്കി ഹെൻറി ആർച്ച് ബിഷപ്പിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ചാർച്ചക്കാരെ നാടുകടത്തി. 1170 താൽക്കാലികമായ ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ആർച്ച് ബിഷപ്പ് കാന്റർബറിയിലേക്ക് മടങ്ങി. മരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചുവന്നത്. രാജാവിന് പ്രിയപ്പെട്ട മെത്രാൻമാർക്കുണ്ടായിരുന്ന മഹറോൻ ശിക്ഷ ആർച്ച് ബിഷപ്പ് നീക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഹെൻറി അലറി, ഈ വിഷമക്കാരൻ വൈദികന്റെ സൊല്ലയിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കാൻ ഇവിടെ ആരുമില്ലേ? ഉടനടി 4 യോദ്ധാക്കൾ പോയി കത്തീഡ്രലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആർച്ച് ബിഷപ്പിനെ വധിച്ചു. ദൈവത്തിനും കന്യകാമറിയത്തിനും ഈ പള്ളിയിലെ വിശുദ്ധ മധ്യസ്ഥന്മാർക്കും വിശുദ്ധ ഡെനീസിനും എന്നെയും വിശ്വാസ കാര്യങ്ങളെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു വീണത്. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. കാന്റർബറി ഒരു തീർത്ഥ സ്ഥലമായി. ഹെൻറി 2 തീർത്ഥകരോടൊപ്പം ആർച്ച് ബിഷപ്പ് ബെക്കറ്റിന്റെ കുഴിമാടത്തിൽ പ്രായശ്ചിത്തം ചെയ്തു. ഹെൻറി 8 പിന്നീട് ആ കുഴിമാടം തകർത്തു. വിചിന്തനം: കത്തീഡ്രലിലെ കൊലപാതകം എന്ന ഏലിയറ്റിന്റെ നാടകത്തിൽ ഭൗമിക യശസ്സിനും പ്രതികാര സംതൃപ്തിക്കും വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാനുള്ള ഒരു പ്രലോഭനം ബെക്കറ്റിൽ പൊന്തി വന്നതായി കവി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രസ്തുത പ്രലോഭനത്തിന് ആർച്ച് ബിഷപ്പിന്റെ മറുപടി ശ്രവിച്ചാലും ഈ അന്തിമ പ്രലോഭനം ഒരു മഹാപാതകം തന്നെ. തെറ്റായ ന്യായം വെച്ച് ശരിയായത് ചെയ്യുക. The last temptation is the greatest treason, to do the right deed for the wrong reason.